ഞെട്ടില്ലാത്തൊരു വട്ടയില ചുട്ടുപഴുത്തോരെണ്ണത്തോണിയിൽ മുങ്ങി നിവർന്ന് കുളിച്ചു വരുമ്പോൾ എല്ലാവർക്കും നല്ലിഷ്ടം, കിട്ടാത്തോർക്കോ വിമ്മിട്ടം. ഞെട്ടില്ലാത്തൊരു വട്ടയില ചുട്ടുപഴുത്തോരെണ്ണത്തോണിയിൽ മുങ്ങി നിവർന്ന് കുളിച്ചു വരുമ്പോൾ എല്ലാവർക്കും നല്ലിഷ്ടം, കിട്ടാത്തോർക്കോ വിമ്മിട്ടം. എന്താ ഉത്തരം? നിങ്ങൾക്കറിയാം, പപ്പടം. തീപ്പെട്ടി പോലൊരു പെട്ടി, ഗണിതം പഠിച്ചൊരു പെട്ടി, വിരലൊന്നു മുട്ടിയാൽ ചോദ്യങ്ങളേതിനും ഉത്തരം നൽകുന്ന പെട്ടി. തീപ്പെട്ടി പോലൊരു പെട്ടി, ഗണിതം പഠിച്ചൊരു പെട്ടി, വിരലൊന്നു മുട്ടിയാൽ ഗണിതങ്ങളേതിനും ഉത്തരം നൽകുന്ന പെട്ടി. കാൽക്കുലേറ്റർ. കാട്ടീന്നു വന്നോനടുക്കളയിൽ അമ്മയ്ക്ക് കൂട്ടായി വാണിടുമ്പോൾ ഉള്ളം നിറച്ച് തിന്നാൻ കൊടുക്കും, പിന്നെ ഒന്നോടെ കുത്തിപ്പുറത്തെടുക്കും. കാട്ടീന്ന് വന്നോനടുക്കളയിൽ അമ്മയ്ക്ക് കൂട്ടായി വാണിടുമ്പോൾ ഉള്ളം നിറച്ച് തിന്നാൻ കൊടുക്കും, പിന്നെ ഒന്നോടെ കുത്തിപ്പുറത്തെടുക്കും. എന്താ അത്? പുട്ടൂറ്റിയും പുട്ടുമാണ്. കാട്ടീന്ന് വന്നവൻ പഴയ പുട്ടൂറ്റി മുള കൊണ്ടുള്ളതാണ്, അത് കാട്ടിൽ നിന്നാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്റ്റീലിൻ്റെ പുട്ടൂറ്റി കണ്ട് പരിചയമുള്ളവർക്ക് ഒരുപക്ഷെ ഇതറിയില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, മുള കൊണ്ടായിരുന്നു പണ്ട് നമ്മുടെ വീട്ടിൽ അമ്മമാർ പുട്ടൂറ്റി ഉണ്ടാക്കിയിരുന്നത്. മുള കൊണ്ടുള്ള പുട്ടൂറ്റിയിലെ പുട്ട് നല്ല സ്വാദിഷ്ടമാണ്. അത് തിന്നാൽ അതിൻ്റെ മധുരത്തോടൊപ്പം തന്നെ ഈ കടങ്കവിതയും നമ്മൾ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കും.